വരിക്കട്ടെ. വിജയം വരിച്ചില്ലല്ലോ മഹർഷി. യുദ്ധം പകുതിയില്ലേ ആയുള്ളൂ. പ്രധാന ശത്രു പടക്കളത്തിൽ ഇറങ്ങിയില്ലല്ലോ. എന്നാലും പ്രധാനപ്പെട്ട മഹിഷാസുരന്റെ ചിക്ഷുരനെയും ഉദർക്കനെയും നമരനെയും വധിച്ചു കഴിഞ്ഞല്ലോ. മഹിഷന്റെ കരങ്ങൾ നഷ്ടപ്പെട്ട പോലെയാണ് അവരുടെ വിയോഗം. യുദ്ധഭൂമിയിൽ മഹർഷി വരാറില്ലല്ലോ. ഇത് യുദ്ധഭൂമി അല്ലല്ലോ, ദേവിയുടെ സ്വകാര്യ സ്ഥലമല്ലേ. മഹേശ്വരനും മുരാരിയും ബ്രഹ്മദേവനും പ്രത്യേകിച്ച് ദേവേന്ദ്രനും വളരെ ഉത്കണ്ഠയോടെയാണ് യുദ്ധരംഗം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മഹിഷാസുരൻ നിസ്സാരനല്ല. അയാൾക്ക് നേരെ ഉപയോഗിക്കുന്ന ദേവിയുടെ അവസാനത്തെ എല്ലാ ആയുധങ്ങളും മുറിച്ചു കളയാൻ അയാൾക്ക് കഴിയും. പിന്നെ അയാൾ മതം പൊട്ടിയ ആനയായും സിംഹമായും രാക്ഷസനായും വേഷം മാറി യുദ്ധക്കളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പതറിയാൽ അയാൾ പകരം വീട്ടും. ഒരു പ്രത്യേക കാര്യം അറിഞ്ഞതറിയിക്കാനാണ് നാം വന്നത്. അവന്റെ അവസാനത്തെ ആയുധം ദേവിയെ വിവാഹം ചെയ്യണമെന്ന അടവാണ്. നമ്മെ മഹിഷാസുരൻ അവനെ വധിക്കാതിരിക്കാൻ, അവനെ വധിക്കാനാണ് കാത്യായനി ദേവി സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. അറിഞ്ഞ രഹസ്യം അറിയിച്ചെന്നേ ഉള്ളൂ. അറിയിച്ചത് നന്നായി. നേരത്തെ അണിഞ്ഞൊരുങ്ങി നിൽക്കാമല്ലോ വധുവായിട്ട്. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. മഹിഷാസുരൻ ദേവിയെ കാണാനാണെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. നാം ഇനി ഇവിടെ നിൽക്കുന്നില്ല. ആ വഴി നാം രക്ഷപ്പെടട്ടെ. പുറത്തോ അതോ 1000 ഖരങ്ങളെ കൂട്ടിയ മഹാരഥവും ആയുധങ്ങളും അച്ചുതണ്ടും ചക്രങ്ങളും കൊടിക്കൂരയും മണിത്തേജവും? ദേവി കളിയാക്കരുത്. നാം വന്നത് യുദ്ധഭൂമിയിൽ നിന്നാണ്. യുദ്ധം തീർന്നില്ലല്ലോ. ഇല്ല, അതാണ് വന്നത്. ഈ യുദ്ധം ഒഴിവാക്കണം. അസുരരാജാവിന്റെ വേഷമാറ്റം കണ്ടപ്പോഴേ തോന്നി. കെട്ട ഒരു മുഖവും കുമ്പുവച്ച പോത്തിനെ പോലെ എത്തിയാൽ ദേവിക്ക് ഇഷ്ടമാവില്ല എന്ന് കരുതിയാണ് ഈ വേഷമാറ്റം. ഏതു സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അഴകും മിടുക്കുമാണല്ലോ. യുദ്ധത്തിനിടയിൽ ഈ സന്ദർശനം? ഇതുവരെ കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മുടെ അനേകം സൈന്യവും രഥങ്ങളും ആനകളും വീരയോദ്ധാക്കളായ സഹപ്രവർത്തകരും നഷ്ടമായി. ഇനിയും ഒരു സമാധാന സഖ്യമുണ്ടാക്കിക്കൂടെ? എങ്ങനെ? കുന്നുപോലെ കിടക്കുന്ന ധനവും സ്വർണ്ണപ്പണ്ടങ്ങളും രത്നങ്ങളും നീ ഒന്ന് കനിഞ്ഞുരിയാടിയാൽ മാത്രം മതി. എല്ലാ ശത്രുതയും എല്ലാവരോടും ഞാൻ കൈവിടാം. ഉൽപ്പല ദലേക്ഷനെ, നിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്താൻ കാത്തു നിൽക്കുന്ന പാദഭക്തനാണ് ഈ മഹീഷൻ. അവിടത്തെ മോഹിച്ചുപോയി നമ്മുടെ മനസ്സ്. ശസ്ത്രങ്ങളൊന്നുമില്ലാതെ സർവവും വലിച്ചെറിഞ്ഞ് നിത്യേന ഭജിക്കാം നിൻ പാദാംബുജങ്ങളെ. ഇരുമ്പ് കാന്തത്തിന്റെ സാന്നിധ്യം കൊണ്ടെന്നോണം പുരുഷ ചൈതന്യം സ്വയം പൂണുന്നു വേണ്ടവണ്ണം. നിസാരമായ സ്ത്രീ സംഗമത്തെ ആദരിക്കുന്ന നീചരിൽ മഹാനീചനാണ് താങ്കൾ. ദേവന്മാരോടുള്ള ശത്രുത വിട്ട് ഈ ക്ഷണം തന്നെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിക്കൂ. അല്ലെങ്കിൽ എന്നോട് അടിയറവ് പറയുക. അങ്ങനെയാണെങ്കിൽ കൊല്ലാതെ വിടാം. അതല്ല, നീ മരിക്കാൻ കൊതിക്കുന്നുവെങ്കിൽ നിൽക്കൂ, പെട്ടെന്ന് കൊന്നുതരാം. മെയ്യൊളി തികഞ്ഞകം കവരും സുകുമാരി, പ്രാണപ്രിയേ, നിന്റെ സുകുമാര കലകൾ കവിഞ്ഞൊഴുകുന്ന ശരീരത്തിൽ എങ്ങനെ അസ്ത്രമയക്കും ഞാൻ? ഹിതമാണെങ്കിൽ എന്നെ വരിക്കൂ,
അല്ലെങ്കിൽ നിന്റെ തീരുമാനം എന്താണെന്ന് പറയൂ. വന്ന പോലെ ഞാൻ മടങ്ങിപ്പോകാം. പക്ഷേ എന്റെ മനസ്സു നിറച്ചും നിന്നെ കുറിച്ചുള്ള പ്രേമമാണ്. അമ്പുകളെയ്യാൻ ഞാൻ തയ്യാറല്ല ഓമനെ. മോഹം വളരെ വിചിത്രം, വിരോധാഭാസം. എന്നെ തൊടാൻ പോലും മഹിഷാസുര നീ വളർന്നിട്ടില്ല. ബലമായി നിന്നെ ഞാൻ കൊണ്ടുപോകും. അതുകൊണ്ട് പറയുന്നു, എന്നെ നിന്റെ പ്രാണനാഥനായി സ്വീകരിച്ചാലും ഈ കടുംപിടുത്തം വിടോ. പ്രേമപൂർവം വേൽക്കുക. നമുക്കെന്നും ഭാര്യാഭർത്താക്കന്മാരായി സുഖമായി ഉല്ലസിച്ച് ജീവിക്കാം. മഹിഷാസുര അമ്മയാകൂ, കേൾക്ക. പൂമക സരസ്വതി, മാധവൻ മലക്കണ്ണി, സോമശേഖരൻ ഗൗരി, യുമ്പർക്കോൻ പുലോമച, അവരെ പോലെ സുഖലോലുപരായി നമുക്കും ജീവിക്കാം മനോഹരി. എന്നെ ഭർത്താവാക്കാൻ എന്തുകൊണ്ടും പറ്റിയ ഇണങ്ങുന്ന എന്നെ പിന്നെ എന്തുകൊണ്ട് ഭർത്താവാക്കാൻ മടിക്കുന്നു? അവസാനം നീ ഖേദിക്കും. മഹിഷാസുര, ഏത് പെണ്ണിനെ കണ്ടാലും ശിരസ് പണയപ്പെടുത്തിയും സ്വന്തമാക്കാനുള്ള നിന്റെ പെൺമോഹത്തിന്റെ അവസാനത്തെ ദൗത്യമാണ് ഈ യുദ്ധം.